ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഭാഗത്ത് വരുന്ന ഏകദേശം 150 PSCയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 150 ചോദ്യങ്ങൾ നോക്കിയാൽ നമുക്ക് 5ാം ക്ലാസ്സിലെ മുഴുവൻ സയൻസ് ചോദ്യങ്ങൾ എന്തുണ്ട് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഉരുളക്കിഴങ്ങിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? ഉരുളക്കിഴങ്ങിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊഴുപ്പാണോ, അല്ലെങ്കിൽ പ്രോട്ടീനാണോ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണോ, അല്ലെങ്കിൽ പ്രോട്ടീനും കൊഴുപ്പുമാണോ? എന്താ ഉരുളക്കിഴങ്ങിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണല്ലേ, കാർബോഹൈഡ്രേറ്റ് ആണ് ഉരുളക്കിഴങ്ങിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം: പൊയ്കാൽ വേരുള്ള സസ്യം ഏതാണ്? തന്നിരിക്കുന്നതിൽ പൊയ്കാൽ വേരുള്ള സസ്യം ഏതാണ്? ഏതാ പൊയ്കാൽ വേരുള്ള സസ്യം? ആറ്റുകൈതയാണ്. ഓപ്ഷൻ സി, ആറ്റുകൈത. പൊയ്കാൽ വേരുള്ള സസ്യം ഏതാ? ആറ്റുകൈതയാണ്. മൂന്നാമത്തെ ചോദ്യം: പൂക്കൾക്കും ഫലങ്ങൾക്കും ഓറഞ്ച് നിറം നൽകുന്നത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ പൂക്കൾക്കും ഫലങ്ങൾക്കും ഓറഞ്ച് നിറം നൽകുന്നത് ഏതാ? കരോട്ടിനാണ്. ഓപ്ഷൻ ബി, കരോട്ടിനാണ്. പൂക്കൾക്കും ഫലങ്ങൾക്കും ഓറഞ്ച് നിറം നൽകുന്നത് ഏതാ? കരോട്ടിനാണ്. ഇനി നാലാമത്തെ ചോദ്യം: പൂക്കൾക്ക് മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതാണ്? പൂക്കൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? ഓപ്ഷൻ ബി, സാന്തോഫിൽ ആണല്ലേ, സാന്തോഫിൽ. പൂക്കൾക്ക് മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതാ? സാന്തോഫിൽ ആണ്. അഞ്ചാമത്തെ ചോദ്യം: 3 തരത്തിലുള്ള ജൈവകണങ്ങൾ ഏതൊക്കെയാണ്? ജൈവകണങ്ങൾ 3 തരത്തിലുള്ള ജൈവകണങ്ങൾ ഏതൊക്കെയാ? ശ്വേതകണം, ഹരിതകണം, വർണ്ണകണം അല്ലേ. ശ്വേതകണം, ഹരിതകണം, വർണ്ണകണം. ഇനി ആറാമത്തെ ചോദ്യം: സസ്യകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗമാണ് ഡാഷ്. സസ്യകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗം ഏതാ? പ്ലാസ്റ്റിഡ് ആണ്. ഓപ്ഷൻ ഡി, പ്ലാസ്റ്റിഡ്. സസ്യകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗമാണ് ഏത്? പ്ലാസ്റ്റിഡ്. 7 സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്നത് ഏതാ? ഏലക്കയാണ്. ഓപ്ഷൻ സി, ഏലക്കയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഏതാ? ഏലക്കയാണ്. എട്ടാമത്തെ ചോദ്യം: സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷിയുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാരാണ്? സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷിയുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാരാണ്? ആരാ? JC ബോസ് ആണ്. ഓപ്ഷൻ എ, JC ബോസ്. സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ തന്നെ പ്രതികരണ ശേഷിയുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? JC ബോസ്. 9ാമത്തെ ചോദ്യം: സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്ന ഭാഗം ഏതാണ്? സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്ന ഭാഗം ഏതാണ്? എവിടെ വെച്ചിട്ടാ? ഇലകളിൽ വെച്ചിട്ടാണ് അല്ലേ, ഇലകളിൽ വെച്ചിട്ടാണ്. ഓപ്ഷൻ ബി, ഇലകളിൽ വെച്ചിട്ടാണ് സസ്യങ്ങളിൽ എന്ത് ചെയ്യുന്നത്? ആഹാര നിർമ്മാണം നടക്കുന്നത്. 10ാമത്തെ ചോദ്യം: പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തു ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള വർണ്ണവസ്തു ഏതാണ്? ഏതാ? ഓപ്ഷൻ സി, ഹരിതകമാണ് കേട്ടോ, ഹരിതകമാണ്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള വർണ്ണവസ്തു ഏതാ? ഹരിതകമാണ്. 11 പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നം ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നം ഏതാ? ഓപ്ഷൻ ഡി, ഗ്ലൂക്കോസ് ആണ്. ഓപ്ഷൻ ഡി, ഗ്ലൂക്കോസ്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നം ചോദിച്ചാൽ ഗ്ലൂക്കോസ് ആണ്. ഇനി 12 സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? ഏത് വാതക? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഹാരം നിർമ്മിക്കുന്ന സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്നത്. ഇനി 13ാമത്തെ ചോദ്യം: സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? സ്വീകരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പുറത്തുവിടുന്നത് ഏതായിരിക്കും? ഓക്സിജൻ ആണ് അല്ലേ. ഓപ്ഷൻ സി, ഓക്സിജൻ ആണ്. ഇനി 14ാമത്തെ ചോദ്യം: സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാ? ഓക്സിജൻ തന്നെയാണ് അല്ലേ, ഓക്സിജൻ ആണ്. ഓപ്ഷൻ എ, ഓക്സിജൻ ആണ്. 15 ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന വാതകം ഏതാണ്? ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന വാതകം ഏതാണ്? ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ഓപ്ഷൻ ഡി, കാർബൺ ഡൈ ഓക്സൈഡ്. 16 സസ്യങ്ങൾ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? സസ്യങ്ങൾ ഇലകളിൽ വെച്ചുകൊണ്ട് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്ത് പേരിലാ? പ്രകാശ സംശ്ലേഷണമാണ് അല്ലേ. ഓപ്ഷൻ ഡി, പ്രകാശ സംശ്ലേഷണം എന്ന പേരിലാണ് സസ്യങ്ങൾ ഇലകളിൽ വെച്ചുകൊണ്ട് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താ? പ്രകാശ സംശ്ലേഷണമാണ്. 17 ഇലകളിൽ വാതക വിനിമയം നടക്കുന്ന ചെറിയ സുഷിരങ്ങളെ പറയുന്നത് എന്താണ്?
ഇലകളിൽ വാതക വിനിമയം നടക്കുന്ന ചെറിയ സുഷിരങ്ങളെ പറയുന്നത് എന്താ? ആസ്യരന്ധ്രങ്ങളാണ് അല്ലെ. ഓപ്ഷൻ ബി ആസ്യരന്ധ്രങ്ങൾ എന്നാണ്. ഇലകളിൽ വാതക വിനിമയം നടക്കുന്ന ചെറിയ സുഷിരങ്ങളെ പറയുന്നത് എന്താ? ആസ്യരന്ധ്രങ്ങൾ എന്നാണ്. 18 സസ്യങ്ങളിലെ ഇലകളുടെ പച്ച നിറത്തിന് കാരണം എന്താണ്? സസ്യങ്ങളിലെ ഇലകളുടെ പച്ച നിറത്തിന് കാരണം എന്താ? ഹരിതകമാണ് അല്ലെ. ഓപ്ഷൻ എ ഹരിതകമാണ്. 19 സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് എന്താണ്? സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നത് ആരാണ്? ആഗിരണം ചെയ്യുന്നത്? ഹരിതകമാണ് പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്. 20ാമത്തെ ചോദ്യം, ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് ആരാണ്? ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കൊക്കെ നിറം നൽകുന്നത് ആരാ? വർണ്ണകങ്ങളാണ് അല്ലെ. വർണ്ണകങ്ങളാണ്. ഓപ്ഷൻ എ വർണ്ണകങ്ങളാണ്. 21 വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്നത് എന്താണ്? വാസസ്ഥലത്തിന് മാത്രമായിട്ട് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്നത് എന്താ? എപ്പിഫൈറ്റുകളാണ്. ഓപ്ഷൻ ഡി എപ്പിഫൈറ്റുകൾ. വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്നത് എന്താ? എപ്പിഫൈറ്റുകൾ എന്നാണ്. 22 ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ പറയുന്നത് എന്താ? ഇലകളും വേരുകളും ഉണ്ടെങ്കിലും എന്തേ ചെയ്യുള്ളൂ? മറ്റൊരു സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ പറയുന്നത് എന്താ? എന്താ പറയാറ്? പരാത സസ്യങ്ങൾ എന്നാട്ടോ. പരാത സസ്യങ്ങൾ. ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി 23 ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ പറയുന്നത് എന്താണ്? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ പറയുന്നത് എന്താ? അർദ്ധപരാതങ്ങൾ എന്നല്ലേ. അർദ്ധപരാതങ്ങൾ എന്നാണ് പറയുന്നത്. അർദ്ധപരാതങ്ങൾ. ഇനി 24 ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെ പറയുന്നത് എന്താണ്? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെ പറയുന്നത് എന്താ? പൂർണ്ണ പരാതങ്ങളാണ് അല്ലെ. പൂർണ്ണ പരാതങ്ങൾ. അപ്പോൾ പൂർണ്ണ പരാതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് എന്ത് പറയുന്നത്? പൂർണ്ണ പരാതങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അർദ്ധപരാതങ്ങൾ എന്തായിരുന്നു? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് ഇലയുടെ സഹായത്തോടെ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നതിനെ അർദ്ധപരാത സസ്യങ്ങൾ എന്ന് പറയും. അപ്പോൾ അർദ്ധപരാത സസ്യങ്ങളുണ്ട്, പിന്നെ പൂർണ്ണപരാത സസ്യങ്ങളുണ്ട്. ഇനി പരാത സസ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു പരാത സസ്യങ്ങൾ? ഇലകളും വേരുകളും ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? അവര് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരാത സസ്യങ്ങൾ എന്നും പറയുന്നത്. ഇനി 25 മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെ പറയുന്നത് എന്താണ്? മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെ പറയുന്നത് എന്താ? ആരോഹികളാണ് അല്ലെ. ആരോഹികൾ. ഓപ്ഷൻ എ ആരോഹികൾ. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെ പറയുന്നത് എന്താ? ആരോഹികൾ എന്നാണ്. 26 നിയോട്ടിയ, മോണോട്രോപ്പ എന്നിവ എന്തിന് ഉദാഹരണമാണ്? നിയോട്ടിയ, മോണോട്രോപ്പ എന്നിവ എന്തിന് ഉദാഹരണമാണ്? എന്തിനാ? ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. ഓപ്ഷൻ ബി ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. 27ാമത്തെ ചോദ്യം, ആരോഹികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് ഡാഷ്. ആരോഹികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് ഡാഷ്. എന്താ? പ്രധാനങ്ങളാട്ടോ. ഓപ്ഷൻ ഡി പ്രധാനങ്ങൾ. 28 നിലത്ത് പടർന്ന് വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഡാഷ്. നിലത്ത് പടർന്ന് വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെ പറയുന്നത് എന്താ? ഇഴവള്ളികളാണ് അല്ലെ. ഇഴവള്ളികൾ എന്നാണ് പറയുന്നത്. ഇഴവള്ളികൾ. നിലത്ത് പടർന്ന് വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങൾ എന്താ പറയുന്നത്? ഇഴവള്ളികൾ എന്നാണ്. 29ാമത്തെ ചോദ്യം, താങ്ങുവേരുകൾക്ക് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ താങ്ങുവേരുകൾക്ക് ഉദാഹരണം ഏതാണ്? ഏതാ? പേരാലാണ് അല്ലെ. ഓപ്ഷൻ സി പേരാല്. 30 പൊയ്കാൽ വേരുകൾക്ക് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്ന സസ്യങ്ങൾ പൊയ്കാൽ വേരുകൾക്ക് ഉദാഹരണം ഏതാണ്? ഏതാ? ആറ്റുകൈതയാണ്. ഓപ്ഷൻ ഡി ആറ്റുകൈത. 31 ശിഖിരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് ഡാഷ്. ശിഖിരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് ഡാഷ്.
ഏതാ? താങ്ങുവേരുകൾ. ഓപ്ഷൻ ഡി താങ്ങുവേരുകൾ. ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളെ നമ്മൾ എന്ത് പറയും? താങ്ങുവേരുകൾ എന്ന് പറയും. 32ാമത്തെ ചോദ്യം, ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളെ പറയുന്നത് എന്താണ്? ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളെ പറയുന്നത് എന്താ? സംഭരണ വേരുകൾ എന്നാണ് അല്ലേ? ഓപ്ഷൻ സി സംഭരണ വേരുകൾ എന്നാണ്. 33, വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകളെ പറയുന്നത് എന്താണ്? വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകളെ പറയുന്നത് എന്താ? ശ്വസന വേരുകൾ എന്നാണ്. ഓപ്ഷൻ എ ശ്വസന വേരുകൾ. 34, തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളെ പറയുന്നത് എന്താ? തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളെ പറയുന്നത് എന്താ? പൊയ്ക്കാൽ വേരുകളാണ്. ഓപ്ഷൻ എ പൊയ്ക്കാൽ വേരുകൾ. തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളെ പറയുന്നത് എന്താ? പൊയ്ക്കാൽ വേരുകൾ. 35, എന്തിൻ്റെ രൂപാന്തരമാണ് ഉരുളക്കിഴങ്ങ്? എന്തിൻ്റെ രൂപാന്തരണമാണ് ഉരുളക്കിഴങ്ങ്? എന്തിൻ്റെയാ? കാണ്ഡമാണ്. ഓപ്ഷൻ ഡി കാണ്ഡമാണ്. 36ാമത്തെ ചോദ്യം, 1 ലിറ്റർ എന്നത് എത്ര ഘന സെൻറ്റിമീറ്ററാണ്? 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഘന സെൻറ്റിമീറ്ററാണ്? എത്രയാ? 1000 ആണ് അല്ലേ? ഓപ്ഷൻ ഡി 1000 ആണ്. 37ാമത്തെ ചോദ്യം, ഭൂമിയിലെ സമുദ്രജലത്തിൻ്റെ അളവ് എത്രയാണ്? ഭൂമിയിലെ സമുദ്രജലത്തിൻ്റെ അളവ് എത്രയാ? 96.5 അല്ലേ? 96.5% എന്താണ്? ഭൂമിയിൽ സമുദ്രജലമാണ്. ബാക്കി വരുന്ന 3.5% എന്താ? അതാണ് ശുദ്ധജലത്തിൻ്റെ അളവ് എന്ന് പറയില്ലേ? സമുദ്രജലം എന്താണ്? ഉപ്പുജലമാണ് അല്ലേ? അപ്പോൾ അത് 96.5% ഉണ്ട്. ബാക്കി വരുന്ന 3.5% എന്താ? നമ്മുടെ ശുദ്ധജലങ്ങളാണ്. ഇനി 38ാമത്തെ ചോദ്യം, 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മില്ലി ലിറ്ററാണ്? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്ററാണ്? എത്ര മില്ലി ലിറ്ററാ? 1000 അല്ലേ? 1000 ആണ്. 39ാമത്തെ ചോദ്യം, വസ്തുക്കൾ ഏതിലാണോ ലയിക്കുന്നത് അതാണ് ഡാഷ്. വസ്തുക്കൾ ഏതിലാണോ ലയിക്കുന്നത് അതിനെന്താ പറയുന്നത്? എന്താ പറയുക? ലായകം എന്ന് അല്ലേ? വസ്തുക്കൾ ഏതിലാണോ ലയിക്കുന്നത് അതാണ് ലായകം എന്ന് അറിയപ്പെടുന്നത്. 40, സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്താ? സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നത് എന്താ? ഓപ്ഷൻ ഡി ജലമാണ് അല്ലേ? ജലമാണ് എന്തറിയപ്പെടുന്നത്? സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നത്. 41, ലയിക്കുന്ന വസ്തുവാണ് ഡാഷ്. ലയിക്കുന്ന വസ്തുവാണ് ഡാഷ്. എന്താ? ലീനമാണ് അല്ലേ? ഓപ്ഷൻ ബി ലീനമാണ്. ലയിക്കുന്ന വസ്തുവാണ് എന്ത്? ലീനം. 42, ഒരു വസ്തു മറ്റൊന്നിൽ ലയിച്ചുണ്ടാകുന്നതാണ് ഡാഷ്. ഒരു വസ്തു മറ്റൊന്നിൽ ലയിച്ചിട്ടുണ്ടാകുന്നതാണ് ഡാഷ്. എന്താ? ലായനിയാണ് അല്ലേ? ഓപ്ഷൻ എ ലായനി. 43ാമത്തെ ചോദ്യം, ഭൂമിയുടെ വിസ്തീർണത്തിൻ്റെ എത്ര ഭാഗമാണ് ജലം? ഭൂമിയുടെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് ജലം? എത്ര ഭാഗമാണ് ജലം? എത്ര ഭാഗം ജലം? 3ൽ 2 ഭാഗവും. 3ൽ 2 ഭാഗവും എന്താണ്? ജലമാണ്. 44, ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ അളവ് എത്രയാണ്? ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ അളവ് എത്രയാണ്? എത്രയാ? 3.5% നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 45, വാതകങ്ങൾ തണുത്ത് ദ്രാവകമായിട്ട് മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? വാതകങ്ങൾ തണുത്തിട്ട് ദ്രാവകമായിട്ട് മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താ? സാന്ദ്രീകരണമാണ് അല്ലേ? ഓപ്ഷൻ ബി സാന്ദ്രീകരണം. വാതകങ്ങൾ തണുത്തിട്ട് ദ്രാവകമായിട്ട് മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താ? സാന്ദ്രീകരണം എന്നാണ്. 46, ദ്രാവകങ്ങൾ ബാഷ്പമായിട്ട് മാറുന്ന പ്രക്രിയ എന്താണ്? ദ്രാവകങ്ങൾ ബാഷ്പമായിട്ട് മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താ അറിയപ്പെടുന്നത്? ബാഷ്പീകരണമാണ് അല്ലേ? ഓപ്ഷൻ സി ബാഷ്പീകരണം. ദ്രാവകങ്ങൾ ബാഷ്പമായിട്ട് മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താ? ബാഷ്പീകരണം. 47, കായിക പ്രജനന അവയവമല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ കായിക പ്രജനന അവയവമല്ലാത്തത് ഏതാണ്? ഏതാ? പുഷ്പമാണ്. ഓപ്ഷൻ ഡി പുഷ്പമാണ്. 48, വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? വിത്ത് മുളക്കുന്ന സമയത്ത് ആദ്യം പുറത്തു വരുന്ന ഭാഗത്തെ നമ്മൾ എന്താ പറയാറ്? ബീജമൂലം എന്നാണ്. ഓപ്ഷൻ എ ബീജമൂലം. 49, ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗം ഏതാണ്? ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗം ഏതാ? ബീജശീർഷമാണ്. ബീജശീർഷമാണ്. 50ാമത്തെ ചോദ്യം, ചെടികളിൽ ബീജശീർഷം വളർന്നാണ് ഡാഷ് ഉണ്ടാകുന്നത്. ചെടികളിൽ ബീജശീർഷം വളർന്നിട്ടാണ് ഡാഷ് ഉണ്ടാകുന്നത്. എന്താ? കാണ്ഡമുണ്ടാകുന്നത്. ഓപ്ഷൻ എ കാണ്ഡം. ചെടികളിൽ ബീജശീർഷം വളർന്നിട്ടാണ് കാണ്ഡം ഉണ്ടാകുന്നത്. 51ാമത്തെ ചോദ്യം, ഇലകൾ ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ സസ്യം ഉപയോഗിക്കുന്നത് എന്തിലെ ആഹാരമാണ്? ഇലകൾ ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ സസ്യം ഉപയോഗിക്കുന്നത് എന്തിലെ ആഹാരമാണ്?
എന്തിലെയാ ബീജപത്രമാണ് കേട്ടോ. ഓപ്ഷൻ സി ബീജപത്രം. 52 വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിനെ പറയുന്നത് എന്താണ്? വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിനെ പറയുന്നത് എന്താ? കായിക പ്രജനനമാണ് കേട്ടോ. കായിക പ്രജനനം. 53 അപ്പൂപ്പൻ താടിയിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? അപ്പൂപ്പൻ താടിയിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? കാറ്റ് വഴിയാണ് കേട്ടോ. കാറ്റ് വഴി. ഓപ്ഷൻ സി കാറ്റ് വഴി. 54 തെങ്ങിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? തെങ്ങിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? ജലം വഴിയാണ് അല്ലേ. ഓപ്ഷൻ സി ജലം വഴിയാണ്. തെങ്ങിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? ജലം വഴിയാണ്. 55 പ്ലാവിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? പ്ലാവിൽ വിത്ത് വിതരണം നടക്കുന്നത് പ്ലാവിൽ വിത്ത് വിതരണം നടക്കുന്നത്? ഓപ്ഷൻ ഡി ജന്തുക്കൾ വഴി അല്ലേ. ജന്തുക്കൾ വഴിയാണ്. പ്ലാവിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? ജന്തുക്കൾ വഴിയാണ്. 56 അസ്ത്രപ്പുല്ലിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? അസ്ത്രപ്പുല്ലിൽ വിത്ത് വിതരണം നടക്കുന്നത് ജന്തുക്കൾ വഴിയാണ്. ഓപ്ഷൻ എ ജന്തുക്കൾ വഴിയാണ്. 57 പേരയിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? പേരയിൽ വിത്ത് വിതരണം നടക്കുന്നത് ജന്തുക്കൾ വഴി തന്നെയാണ് അല്ലെ. ഓപ്ഷൻ സി ജന്തുക്കൾ വഴി. 58 മഹാഗണിയിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? മഹാഗണിയിൽ വിത്ത് വിതരണം നടക്കുന്നത് കാറ്റ് വഴിയാണ് അല്ലേ. മഹാഗണിയിൽ കാറ്റ് വഴിയാണ്. 59 ആൽമരങ്ങളിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? ആൽമരങ്ങളിൽ വിത്ത് വിതരണം നടക്കുന്നത് ജന്തുക്കൾ വഴിയാണ്. ആൽമരത്തിൽ ജന്തുക്കൾ വഴിയാണ്. 60 കാശിത്തുമ്പ ചെടിയിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? കാശിത്തുമ്പ ചെടിയിൽ വിത്ത് വിതരണം നടക്കുന്നത് പൊട്ടിത്തെറിച്ചാണ് അല്ലേ. ഓപ്ഷൻ സി പൊട്ടിത്തെറിച്ച്. അപ്പോൾ ഓർത്ത് നോക്കുക, കാറ്റ് വഴി ഏതൊക്കെയാണ് പറഞ്ഞത് നമ്മൾ? അപ്പൂപ്പൻ താടിയും മഹാഗണിയും അല്ലേ. അപ്പൂപ്പൻ താടിയും മഹാഗണിയും കാറ്റ് വഴിയാണ്. ജലം വഴിയോ? തെങ്ങ് അല്ലേ. ജലം വഴി തെങ്ങ് പറഞ്ഞു നമ്മൾ. ജന്തുക്കൾ വഴി ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. ഏതൊക്കെയാ? ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. ഇതെങ്ങനെയായിരുന്നു? ജന്തുക്കൾ വഴിയാണ് അല്ലേ. പൊട്ടിത്തെറിച്ചിട്ട് കാശിത്തുമ്പയുണ്ട്, അതുപോലെ വെണ്ടയുണ്ട് കേട്ടോ. വെണ്ടയും കാശിത്തുമ്പയും പൊട്ടിത്തെറിച്ചിട്ടാണ് വിത്ത് വിതരണം നടക്കുന്നത്. ഇനി 61 തേയിലയുടെ ജന്മദേശം ഏതാണ്? തേയിലയുടെ ജന്മദേശം ഏതാ? ചൈനയാണ് അല്ലേ. ചൈനയാണ് തേയിലയുടെ ജന്മദേശം എന്ന് പറയുന്നത്. 62 വെണ്ടയിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? വെണ്ടയിൽ വിത്ത് വിതരണം നടക്കുന്നത് നമ്മൾ പറഞ്ഞു പൊട്ടിത്തെറിച്ചിട്ടാണ് അല്ലേ. വെണ്ടയിൽ വിത്ത് വിതരണം നടക്കുന്നത് പൊട്ടിത്തെറിച്ചിട്ടാണ്. 63ാമത്തെ ചോദ്യം കശുമാവിൻ്റെ ജന്മദേശം ഏതാണ്? കശുമാവിൻ്റെ ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ് അല്ലേ. കശുമാവിൻ്റെ ജന്മദേശം ബ്രസീലാണ്. 64 റബ്ബറിൻ്റെ ജന്മദേശം എവിടെയാണ്? റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീൽ തന്നെയാണ് അല്ലേ. റബ്ബർ ബ്രസീലാണ്. ഇനി 65ാമത്തെ ചോദ്യം ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം എവിടെയാണ്? ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു ആണ്. ഓപ്ഷൻ ബി പെറു ആണ്. 66 കാപ്പിയുടെ ജന്മദേശം എവിടെയാണ്? കാപ്പിയുടെ ജന്മദേശം എത്യോപ്യ അല്ലേ. ഓപ്ഷൻ സി എത്യോപ്യ. 67 ക്യാബേജിൻ്റെ ജന്മദേശം എവിടെയാണ്? ക്യാബേജിൻ്റെ ജന്മദേശം ക്യാബേജ് യൂറോപ്പിൽ നിന്ന് അല്ലെ. ഓപ്ഷൻ സി യൂറോപ്പാണ്. 68 ചുവടെ കൊടുത്തവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം സൗരോർജ്ജമുണ്ട്, തിരമാലയുണ്ട്, കാറ്റുണ്ട്, കൽക്കരിയുണ്ട്, പെട്രോളുണ്ട്. ഇതിലേതൊക്കെയാണ് പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്? ഏതൊക്കെയാ? സൗരോർജ്ജം, തിരമാല, കാറ്റ് അല്ലേ. സൗരോർജ്ജം, തിരമാല, കാറ്റ് ഇതെന്താണ്? പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ്. 69 ആഹാരം ഏത് വാതകവുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് മനുഷ്യ ശരീരത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ആഹാരം ഏത് വാതകവുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് മനുഷ്യ ശരീരത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഓക്സിജനുമായി ബന്ധം അല്ലേ. ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. 70 വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യൂവൽ ആണല്ലേ. ഓപ്ഷൻ ഡി ഏവിയേഷൻ ഫ്യൂവല്. 71 സൗരോർജ്ജ പാനലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നതിൽ സൗരോർജ്ജ പാനലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് മെർക്കുറിയാണോ, സിലിക്കണാണോ, മാംഗനീസ് ആണോ, ടിന്നാണോ? സിലിക്കൺ അല്ലേ. സിലിക്കണാണ്. 72 ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരാൻ കാരണം എന്താണ്? ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരാൻ കാരണം
എന്താ? ജ്വലനമാണ് അല്ലേ, ജ്വലനമാണ്. ഓപ്ഷൻ ഡി ജ്വലനമാണ്. ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരാൻ കാരണം എന്താ? ജ്വലനമാണ്. 73 ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാ ഡിസംബർ 14 അല്ലെ. ഓപ്ഷൻ ഡി ഡിസംബർ 14. 74 കത്താൻ സഹായിക്കുന്ന വാതകം. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ ആണല്ലേ, ഓക്സിജൻ ആണ്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്നു. 75 എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളെ അറിയപ്പെടുന്നത് എന്താണ്? എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകൾ, അതാണ് ഏത്? പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത് അല്ലേ. പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകൾ, എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് ഇത്? പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകൾ. 76 ഇന്ധനങ്ങൾ വായുവിലെ ഏത് വാതകവുമായിട്ട് പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത്? ഇന്ധനങ്ങൾ വായുവിലെ ഏത് വാതകവുമായിട്ട് പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത്? ഏതാ? ഓക്സിജൻ ആണ്. 77ാമത്തെ ചോദ്യം, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. 1 പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, 2 പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകൾ. ഇതിലേതാ ശരി? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെ നമ്മൾ എന്താ പറയാറ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയും അല്ലേ. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് ഇത്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. 78ാമത്തെ ചോദ്യം, യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നത് ഏതിലാണ്? ഉത്തോലകങ്ങളെ കുറിച്ചാണ്. യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നത് എത്രാം വർഗ ഉത്തോലകത്തിലാണ്? എത്രയാ? 3ാം വർഗ ഉത്തോലകത്തിലാണ് അല്ലേ. 3ാം വർഗ ഉത്തോലകത്തിലാണ് യത്നം രോധത്തിനും ധാരത്തിനും ഇടയിലായിട്ട് വരുന്നത്. 79 രോധം ധാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകം ഏതാണ്? രോധം ധാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകം ഏതാ? 2ാം വർഗ ഉത്തോലകം അല്ലേ. ഓപ്ഷൻ ബി 2ാം വർഗ ഉത്തോലകം. 80ാമത്തെ ചോദ്യം, ധാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്നത് ഏതിലാണ്? ധാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്നത് ഏതിലാണ്? 1ാം വർഗ ഉത്തോലകത്തിലാണ്. ഓപ്ഷൻ ബി 1ാം വർഗ ഉത്തോലകത്തിലാണ്. 81 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ചൂണ്ട, ചവണ, ഐസ്റ്റോങ് ആണ് കേട്ടോ. ചൂണ്ട, ചവണ, ഐസ്റ്റോങ് ഇതൊക്കെ എന്താ? 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ്. 82 ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്നത് എന്താണ്? ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാകുന്ന ബിന്ദുവിനെ പറയുന്ന പേര് എന്താ? ധാരമാണ് അല്ലെ. എന്താണോ ആധാരമാകുന്നത് അതിനെയാണ് ധാരം. ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാകുന്ന ബിന്ദുവാണ് ധാരം. 83 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാ? ഓപ്ഷൻ ഡി അല്ലേ അല്ലേ. പാക്കുവെട്ടി, ബോട്ടിൽ ഓപ്പണർ, വീൽ ബാരോ ഇതൊക്കെ എന്താ? 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ്. 84 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ 84 സെയിം ക്വസ്റ്റ്യൻ ആണ്. 85ാമത്തത് 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? 1ാം വർഗം? നെയിൽ പുള്ളർ, സീസോ, കത്രിക ഇതൊക്കെയാണ് ഇത് 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ. 86ാമത്തെ ചോദ്യം, 1ാം വർഗ ഉത്തോലകത്തിന് പറഞ്ഞു. 87 ഉത്തോലകത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തോലകത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ആർക്കിമിഡീസ് ആണ് അല്ലെ. ആർക്കിമിഡീസ് ആണ് ഉത്തോലകത്തിന്റെ ഉപജ്ഞാതാവ്. ആരാ? ആർക്കിമിഡീസ് ആണ്. 88 ഇന്ത്യയിൽ പവിഴപ്പുറ്റുകൾ ധാരാളമായിട്ട് കാണുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ പവിഴപ്പുറ്റുകൾ ധാരാളമായിട്ട് കാണുന്ന പ്രദേശം ഏതാ? ലക്ഷദ്വീപ് അല്ലേ. ലക്ഷദ്വീപാണ്. ഇന്ത്യയിൽ പവിഴപ്പുറ്റുകൾ ധാരാളമായിട്ട് കാണുന്ന പ്രദേശം ഏതാ? ലക്ഷദ്വീപാണ്. 89 ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ഏതാ? ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. ഓപ്ഷൻ എ ഗ്രേറ്റ് ബാരിയർ റീഫ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റാണിത്, ഗ്രേറ്റ് ബാരിയർ റീഫ്. 90 പവിഴപ്പുറ്റുകൾ സംരക്ഷിക്കേണ്ടതിലെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനായിട്ട് പവിഴപ്പുറ്റ് വർഷമായിട്ട് ആചരിച്ച വർഷങ്ങൾ ഏതൊക്കെയാണ്? പവിഴപ്പുറ്റുകൾ സംരക്ഷിക്കേണ്ടതിൽ പ്രാധാന്യം ബോധ്യപ്പെടുത്താനായിട്ട് പവിഴപ്പുറ്റ് വർഷമായിട്ട് ആചരിച്ച വർഷങ്ങൾ ഏതൊക്കെയാ? 1997 2008 1997 അതുപോലെ 2008 പവിഴപ്പുറ്റ് വർഷമായിട്ട് ആചരിച്ചത്. 91 കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനാണ്? കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്
ഏതിനാ? പവിഴപ്പുറ്റുകളെയാണ്. ഓപ്ഷൻ സി പവിഴപ്പുറ്റുകളെയാണ്. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനാ? പവിഴപ്പുറ്റുകളെയാണ്. 92 സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന കങ്കാരുക്കൾ കാണപ്പെടുന്ന രാജ്യം ഏതാണ്? സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന കങ്കാരുക്കൾ കാണപ്പെടുന്ന രാജ്യം ഏതാ? ഓസ്ട്രേലിയ. ഓപ്ഷൻ എ ഓസ്ട്രേലിയ. 93ാമത്തെ ചോദ്യം, മുട്ടയിടാൻ വേണ്ടിയിട്ട് ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യം ഏതാണ്? തന്നിരിക്കുന്നതിൽ മുട്ടയിടാൻ വേണ്ടിയിട്ട് ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യം ഏതാണ്? ഏതാ? സാൽമൺ ആണ് അല്ലേ? സാൽമൺ. ഓപ്ഷൻ സി സാൽമൺ ആണ്. 94 ഡോക്ടർ സലീം അലിയുടെ ആത്മകഥ ഏതാണ്? തന്നിരിക്കുന്നതിൽ ഡോക്ടർ സലീം അലിയുടെ ആത്മകഥ ഏതാ? ഒരു കുരുവിയുടെ പതനമാണ് അല്ലേ? ഓപ്ഷൻ എ ഒരു കുരുവിയുടെ പതനം. 95 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന നവംബർ 12 ആണ്. ഓപ്ഷൻ ഡി നവംബർ 12. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന നവംബർ 12 ആണ്. 96 ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനം എങ്ങനെയായിരിക്കും? ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനം എങ്ങനെയാ? ചന്ദ്രൻ ഭൂമി സൂര്യൻ അല്ലേ? ചന്ദ്രൻ ഭൂമി സൂര്യൻ. എന്താ ഓർത്ത് നോക്കുക? MES അല്ലേ? MES എന്ന് ഓർത്ത് വെച്ചാൽ പോരെ. M ഫോർ മൂണ്, E എർത്ത്, S സണ്ണ്. അപ്പോൾ ചന്ദ്രഗ്രഹണ സമയത്ത് ഏതാ? MES ആണ്. 97ാമത്തെ ചോദ്യം, ഭാഗികമായിട്ട് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ ഏതാണ്? 97ാമത്തെ ചോദ്യം, ഭാഗികമായിട്ട് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്നത് എന്താ? ഭാഗികമായിട്ട് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്നത് എന്താ? അർദ്ധതാര്യ വസ്തുക്കൾ എന്നാലേ. ഓപ്ഷൻ ഡി അർദ്ധതാര്യ വസ്തുക്കൾ. ഭാഗികമായിട്ട് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളെ എന്താ പറയുന്നത്? അർദ്ധതാര്യ വസ്തുക്കൾ. 98 സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രന്റെയും ഭൂമിയുടെയും സൂര്യന്റെയും സ്ഥാനം എങ്ങനെയാണ്? സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രന്റെയും ഭൂമിയുടെയും സൂര്യന്റെയും സ്ഥാനം എങ്ങനെയാ? സൂര്യൻ ചന്ദ്രൻ ഭൂമി അല്ലെ? സൂര്യൻ ചന്ദ്രൻ ഭൂമി. സൂര്യൻ ചന്ദ്രൻ ഭൂമി അല്ലെങ്കിൽ ഭൂമി ചന്ദ്രൻ സൂര്യൻ. EMS എന്ന് ഓർത്ത് വെച്ചാൽ പോരെ അല്ലേ? EMS. എർത്ത് മൂണ് സണ്ണ്. ഇതാണ് ഏത്? സൂര്യഗ്രഹണ സമയത്ത്. ചന്ദ്രഗ്രഹണ സമയത്ത് എങ്ങനെയായിരുന്നു? M അല്ലെ? മൂണ് എർത്ത് സണ്ണായിരുന്നു. ഇനി 99 പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ പറയുന്നത് എന്താ? പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ പറയുന്നത് എന്താ? അതാര്യ വസ്തുക്കൾ എന്നല്ലേ? അതാര്യ വസ്തുക്കൾ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ അതാര്യ വസ്തുക്കൾ എന്നാണ് പറയുന്നത്. 100 പൂർണ്ണമായിട്ടും പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്നത് എന്താ? പൂർണ്ണമായിട്ടും പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്നത് എന്താ? സുതാര്യ വസ്തുക്കൾ എന്ന്. ഓപ്ഷൻ ബി സുതാര്യ വസ്തുക്കൾ. ഓപ്ഷൻ എന്താ പറയുന്നത്? പൂർണ്ണമായിട്ടും പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ എന്താ പറയുക? അതാര്യ വസ്തുക്കൾ എന്നാണ്. 101ാമത്തെ ചോദ്യം, എത്ര വരികളിലായിട്ടാണ് സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്കങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ വ്യത്യസ്ത വലുപ്പത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എത്ര വരികളിലായിട്ടാണ് സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്കങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ഇത് വ്യത്യസ്ത വലുപ്പത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എത്ര വരികളിലായിട്ടാണ്? 7 വരികളിലായിട്ടാണ്. ഓപ്ഷൻ ഡി 7 വരികളിലായിട്ടാണ് സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്കങ്ങളൊക്കെ വ്യത്യസ്ത വലുപ്പത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 102ാമത്തെ ചോദ്യം, എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്? എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്? എത്ര മീറ്റർ? 6 മീറ്റർ ആണ് അല്ലേ? ഓപ്ഷൻ സി 6 മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്. 103 ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയുന്ന ജീവി ഏതാണ്? ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ചുകൊണ്ട് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയുന്ന ജീവി ഏതാണ്? ഏതാ? പാമ്പാണ്. ഓപ്ഷൻ ഡി പാമ്പാണ്. 104 കാഴ്ചശക്തി ഇല്ലാത്തവർക്കായിട്ട് പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ചുകൊണ്ട് സ്പർശിക്കാവുന്ന രീതിയിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? കാഴ്ചശക്തി ഇല്ലാത്തവർക്കായിട്ട് പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ചുകൊണ്ട് സ്പർശിക്കാവുന്ന രീതിയിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാ? എംപോസ്ഡ് മാപ്പാണ് കേട്ടോ. എംപോസ്ഡ് മാപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 105 ബ്രെയിൽ ലിപിയിൽ വികസിപ്പിച്ചെടുത്ത വ്യക്തി ആരാണ്? ബ്രെയിൽ ലിപി വികസിപ്പിച്ചെടുത്ത വ്യക്തി ആരാ? ലൂയിസ് ബ്രെയിലാണ് അല്ലേ? ലൂയിസ് ബ്രെയിലാണ്. 106ാമത്തെ ചോദ്യം, അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ഏതാണ്? അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിപി ഏതാ? ബ്രെയിൽ ലിപിയാണ് അല്ലേ? ഓപ്ഷൻ ഡി ബ്രെയിൽ ലിപിയാണ്. 107 അന്ധരായ ആളുകൾ സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടി എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അന്ധരായ ആളുകൾ സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടി
ഏതാ? വൈറ്റ് കെയിൻ ആണ് അല്ലേ? ഓപ്ഷൻ ബി വൈറ്റ് കെയിന്. 108ാമത്തെ ചോദ്യം, കണ്ണിൽ ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം പതിയുന്ന ഭാഗം ഏതാണ്? കണ്ണിൽ ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം പതിയുന്ന ഭാഗം ഏതാണ്? ഏതാ? റെറ്റിനയാണ്. ഓപ്ഷൻ ബി റെറ്റിനയാണ്. 109, കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടാണ്? കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടാണ്? എത്രയാ? 8 ദിവസം കൊണ്ടാണ്. ഓപ്ഷൻ ഡി 8 ദിവസം കൊണ്ടാണ്. 110, കപ്പലുകളിൽ നിന്നും ഉണ്ടാകുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകൾ ഏത് പേരിലാണ്? സൂപ്പർ ബഗ് കേട്ടോ. സൂപ്പർ ബഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 111, ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർ ബഗ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? സൂപ്പർ ബഗ് ബാക്ടീരിയ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാ? ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് അല്ലേ? ആനന്ദ് മോഹൻ ചക്രവർത്തി. 112, DPT ബൂസ്റ്റർ വാക്സിൻ നൽകുന്ന പ്രായം ഏതാണ്? DPT ബൂസ്റ്റർ വാക്സിൻ നൽകുന്ന പ്രായം എത്ര വയസ്സിലാണ്? 5ാമത്തെ വയസ്സിലാണ് അല്ലേ? ഓപ്ഷൻ സി 5ാമത്തെ വയസ്സിലാണ് DPTയുടെ ബൂസ്റ്റർ വാക്സിൻ നൽകുന്നത്. 113, എലിപ്പനിയുടെ രോഗകാരി ആരാ? ബാക്ടീരിയ ആണ് അല്ലേ? ബാക്ടീരിയ ആണ്. എലിപ്പനിയുടെ രോഗകാരി ആരാ? ബാക്ടീരിയ ആണ്. 114, എലിപ്പനിയുടെ ലക്ഷണം എന്താണ്? ശക്തമായ പനി, തലവേദന, പേശിവേദന ഇവയെല്ലാം. എലിപ്പനിയുടെ ലക്ഷണം ഏതാ? ഓപ്ഷന് ഇവയെല്ലാമാണ്. 115ാമത്തെ ചോദ്യം, എലിപ്പനിയുടെ രോഗകാരി ആരാണ്? എലിപ്പനിയുടെ രോഗകാരി ആരാ? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണല്ലോ. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. എലിപ്പനിയുടെ രോഗകാരി ഏതാ? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. 116, ഡിഫ്തീരിയയുടെ രോഗകാരി ആരാ? ഡിഫ്തീരിയയുടെ രോഗകാരി ആരാ? കൊറേനി ബാക്ടീരിയം ഡിഫ്തീരിയെ. ഓപ്ഷൻ ഡി കൊറേനി ബാക്ടീരിയം ഡിഫ്തീരിയെ. 117, ക്ഷയത്തിൻ്റെ രോഗകാരി ആരാ? ക്ഷയത്തിൻ്റെ രോഗകാരി ആരാ? ഓപ്ഷൻ സി മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് അല്ലേ? ഓപ്ഷൻ സി മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. 118, ക്ഷയരോഗത്തിന് നൽകുന്ന വാക്സിൻ ഏതാ? പെൻറ്റാവാലൻ്റ് ഉണ്ട്, BCG ഉണ്ട്, പോളിയോ വാക്സിൻ ഉണ്ട്. ഇവയെല്ലാം ക്ഷയരോഗത്തിന് നൽകുന്ന വാക്സിന് ഏതാ? BCG ആണല്ലേ? ഓപ്ഷൻ സി BCG. ക്ഷയരോഗത്തിന് നൽകുന്ന വാക്സിനാണ് ഏത്? BCG. 119, ക്ഷയം ബാധിക്കുന്ന ശരീരഭാഗം ഏതാ? ക്ഷയം ബാധിക്കുന്ന ശരീരഭാഗം ഏതാ? ശ്വാസകോശമുണ്ട്, തലച്ചോറുണ്ട്, വൃക്കയുണ്ട്. ഇവയെല്ലാം. ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് കേട്ടോ. എവിടേക്കാണ് ക്ഷയം ബാധിക്കുന്നത്? ശ്വാസകോശത്തിന്, തലച്ചോറിന്, വൃക്കകൾക്കൊക്കെ എന്ത് ബാധിക്കും? ക്ഷയം ബാധിക്കാറുണ്ട്. 120, എയ്ഡ്സ് പകരുന്ന വിധം എങ്ങനെയാണ്? എയ്ഡ്സ് പകരുന്ന രീതി ഏതൊക്കെയാ? HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എയ്ഡ്സ് പകരുന്നുണ്ട്. അതുപോലെ HIV ബാധിതരായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് പകരുന്നുണ്ട്. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എയ്ഡ്സ് പകരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ഇവയെല്ലാം എന്താണ്? എയ്ഡ്സ് പകരുന്ന രീതികളാണ്. 121, ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായതേതാണ്? ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ ബി ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഒരു കരൾ രോഗം തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ്. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാകുന്നുണ്ട്. കരളിനുണ്ടാകുന്ന വീക്കമാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇതൊക്കെ എന്താ? ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ്. 122ാമത്തെ ചോദ്യം, ടെറ്റനസിന് നൽകുന്ന വാക്സിൻ ഏതാണ്? ടെറ്റനസിന് നൽകുന്ന വാക്സിൻ ഏതാണ്? ഏതാ? TT വാക്സിൻ ആണല്ലോ. ഓപ്ഷൻ എ TT ആണ്. 123, MMR വാക്സിൻ നൽകുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? MMR വാക്സിൻ നൽകുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാ? പോളിയോ ആണ്. ഓപ്ഷൻ ഡി പോളിയോ ആണ്. അപ്പോൾ MMR കൊടുക്കുന്നത് ഇതിനൊക്കെയാ? റൂബല്ല, മുണ്ടിത്തീര്, അൻഷാമ ഇതിന് നൽകുന്നതാണ് ഇത് MMR വാക്സിന്. 124, ജനിച്ച 6 ആഴ്ച തികയുമ്പോൾ നൽകുന്ന വാക്സിൻ ഏതാണ്? ജനിച്ചിട്ട് 6 ആഴ്ച തികയുമ്പോൾ നൽകുന്ന വാക്സിന് ഏതാ? OPV1 ആണ് കേട്ടോ. OPV1 ആണ്. 125ാമത്തെ ചോദ്യം, ജനിച്ച ഉടനെ നൽകുന്ന വാക്സിൻ ഏതാണ്? 0 ഡോസ് OPV ഉണ്ട്, BCG ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ ഉണ്ട്.
പിന്നെ ഓപ്ഷൻ സി ഇവയെല്ലാം. ജനിച്ച ഉടനെ നൽകുന്ന വാക്സിന് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആട്ടോ വരിക. ഇവയെല്ലാം എന്താണ്? ജനിച്ച ഉടനെ നൽകുന്ന വാക്സിനുകളാണ്. 0 ഡോസ് OPV ഉണ്ട്, BCG ഉണ്ട്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ ഉണ്ട്. 126ാമത്തെ ചോദ്യം, പെൻറ്റാവാലൻ്റ് വാക്സിൻ നൽകുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? പെൻറ്റാവാലൻ്റ് വാക്സിൻ നൽകുന്ന രോഗങ്ങളിൽ പെടാത്തത് പോളിയോ ഉണ്ട്, മഞ്ഞപ്പിത്തമുണ്ട്, ഡിഫ്തീരിയ ഉണ്ട്, വില്ലൻ ചുമ ഉണ്ട്. ഇതിൽ പെൻറ്റാവാലൻ്റ് വാക്സിൻ നൽകുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാ? പെടാത്തത് പോളിയോ ആണ് പെടാത്തത്. ബാക്കിയൊക്കെ മഞ്ഞപ്പിത്തം, ഡിഫ്തീരിയ, വില്ലൻ ചുമയൊക്കെ എന്തുണ്ട്? പെൻറ്റാവാലൻ്റ് വാക്സിനിൽ ഉൾപ്പെടുന്നതാണ്. ഇനി 127, പോളിയോക്കെതിരെ നൽകുന്ന വാക്സിൻ ഏതാ? പോളിയോക്കെതിരെ നൽകുന്ന വാക്സിന് ഏതാ? ഓറൽ പോളിയോ വാക്സിൻ അല്ലേ, OPV ആണല്ലേ, OPV ആണ്. 128, മഞ്ഞപ്പിത്തത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? മഞ്ഞപ്പിത്തത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിന് ഏതാ? ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ ആട്ടോ, ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ ആണ്. മഞ്ഞപ്പിത്തത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് ഇത്, ഹെപ്പറ്റൈറ്റിസ് വാക്സിന്. 129, BCG വാക്സിൻ നൽകുന്നത് ഏത് രോഗത്തിനാണ്? BCG വാക്സിൻ നൽകുന്നത് ഏത് രോഗത്തിനാണ്? BCG ഏതിനാണ് നൽകുന്നത്? ക്ഷയത്തിനാണ് അല്ലേ, ക്ഷയത്തിനാണ് ഏത് നൽകുന്നത്? BCG വാക്സിൻ നൽകുന്നത്. 130ാമത്തെ ചോദ്യം, കൊതുകുകളെ ഉന്മൂലനം ചെയ്യാനുള്ള വഴികൾ ഏതൊക്കെയാണ്? കൊതുകുകളെ ഉന്മൂലനം ചെയ്യാനുള്ള വഴികൾ. ഓപ്ഷൻ എ, ടാങ്കുകളിൽ ഗപ്പി മീനെ വളർത്തുക. ഓപ്ഷൻ സി, കൊതുക് വല ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി, മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക. ഓപ്ഷൻ ബി ഇവയെല്ലാം. ഏതാ ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ ബി ഇവയെല്ലാം അല്ലേ. ടാങ്കുകളിൽ ഗപ്പി മീനെ വളർത്തുന്നത് എന്തിനാ? കൊതുകുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കൊതുക് വല ഉപയോഗിക്കുക, മലിനജലം കെട്ടിയെടുക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക. ഇതൊക്കെ എന്തുള്ള? കൊതുകുകളെ ഉന്മൂലനം ചെയ്യാനുള്ള വഴികളാണ്. 131, വയറുവേദനയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? വയറുവേദനയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാ? ഫംഗസ്, വിരകൾ, പ്രോട്ടോസോവ, വൈറസ്. ഏതാ? വിരകളാണ്. ഓപ്ഷൻ ബി വിരകളാണ്. വയറുവേദനയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാ? വിരകളാണ്. 132, മന്തിന് കാരണമാകുന്ന രോഗകാരി ഏതാ? മന്തിന് കാരണമായ രോഗകാരി ഏതാ? വിരകൾ തന്നെയാണ്. ഓപ്ഷൻ ബി ഫൈലേറിയം വിരകളൊക്കെ ഇല്ല അല്ലേ, വിരകൾ തന്നെയാണ്. 133, മലമ്പനി, അമീബിയാസിസ് എന്നിവ ഉണ്ടാകുന്നത് ഏത് രോഗകാരിയുമാണ്? മലമ്പനി, അമീബിയാസിസ് എന്നിവ ഉണ്ടാകുന്നത് ഏത് രോഗകാരി കാരണമാണ്? ഏതാ? പ്രോട്ടോസോവയാട്ടോ, പ്രോട്ടോസോവ. 134ാമത്തെ ചോദ്യം, ചുണങ്ങ്, വട്ടച്ചൊറി എന്നിവ ഉണ്ടാകുന്നത് ഏത് രോഗകാരി കാരണമാണ്? ചുണങ്ങ്, വട്ടച്ചൊറി എന്നിവ ഉണ്ടാകുന്നത് ഏതാ? ഫംഗസ് ആണ്. ഓപ്ഷൻ ഡി ഫംഗസ് ആണ്. 135, താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാ? വില്ലൻ ചുമയാണ്. ഓപ്ഷൻ ഡി വില്ലൻ ചുമ. 136, താഴെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ബാക്ടീരിയ മുഖാന്തരം ഉണ്ടാകുന്ന രോഗങ്ങൾ. കോളറ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, എലിപ്പനി. ഇവയിൽ ഏതൊക്കെയാണ് ബാക്ടീരിയ മുഖാന്തരം ഉണ്ടാകുന്ന രോഗങ്ങൾ? ഏതൊക്കെയാണ് ബാക്ടീരിയ മുഖാന്തരം? കോളറയുണ്ട്, ടൈഫോയിഡ് ഉണ്ട്, ഡിഫ്തീരിയ ഉണ്ട്, എലിപ്പനി. ഇതൊക്കെ എന്ത് തന്നെയാണ്? ബാക്ടീരിയ മുഖാന്തരം ഉണ്ടാകുന്ന രോഗങ്ങൾ തന്നെയാണ്. 137, സമ്പർക്ക മുഖേന പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? പെടാത്തതാണ് സമ്പർക്ക മുഖേന പകരുന്ന രോഗങ്ങളിൽ പെടാത്തത്. ചെങ്കണ്ണ്, കോളറ, കുഷ്ഠം, മന്ത്. ഇതിൽ ഏതൊക്കെയാണ് സമ്പർക്ക മുഖേന പകരാത്തത്? ഏതൊക്കെയാണ് പകരാത്തത്? കോളറ സമ്പർക്ക മുഖേന പകരില്ല, മന്തും എന്ത് ചെയ്യില്ല? സമ്പർക്ക മുഖേന പകരുന്നതല്ല. 2ഉം 4ഉമാണ് എന്ത്? സമ്പർക്ക മുഖേന പകരാത്തത്. ചെങ്കണ്ണും കുഷ്ഠമൊക്കെ എന്താ? സമ്പർക്ക മുഖേന പകരുന്ന രോഗങ്ങളാണ്. 138, കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാ? ചെങ്കണ്ണുണ്ട്, ഡെങ്കിപ്പനിയുണ്ട്, മന്തുണ്ട്, മലമ്പനിയുണ്ട്. ഇതിൽ കൊതുക് മുഖാന്തരം പകരാത്തത് ഏതാ? ചെങ്കണ്ണാണ് അല്ലേ. ഡെങ്കിപ്പനി, മന്ത്, മലമ്പനിയൊക്കെ എങ്ങനെയാ? കൊതുക് മുഖാന്തരം പകരുന്ന രോഗങ്ങളാണ്. 139, ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് കോളറ, വയറിളക്കം, ജലദോഷം, ചെങ്കണ്ണ്. ഇതിൽ ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാ? പകരാത്തത് ജലദോഷം ഈച്ച മുഖേനയാണോ? അല്ലല്ലേ, ജലദോഷമുണ്ട്, അതുപോലെ ചെങ്കണ്ണും എന്തല്ല? ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളല്ല. കോളറയും വയറിളക്കം എന്താണ്? ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ പകരാത്ത രോഗങ്ങളാണ് ചോദിച്ചത്. ഏതൊക്കെയാ? 3ഉം 4ഉമാണ്. 140ാം ചോദ്യം, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം, എലിപ്പനി എന്നിവ പകരുന്നത് ഏത് രീതിയിലാണ്? ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം, എലിപ്പനി എന്നിവയൊക്കെ പകരുന്നത് ഏത് രീതിയിലാണ്?
എങ്ങനെയാ വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഏതൊക്കെ? ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം, എലിപ്പനി എന്നൊക്കെ പറയുന്നത്. 141 ചോദ്യം, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ജലദോഷമുണ്ട്, ചിക്കൻ ബോക്സ് ഉണ്ട്, മീസിൽസ് ഉണ്ട്, ക്ഷയമുണ്ട്. ഏതൊക്കെയാ? ജലദോഷം വായുവിലൂടെ പകരും, ചിക്കൻ ബോക്സ് വായുവിലൂടെ പകരും, മീസിൽസ് പകരും, ക്ഷയം പകരും അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഇവയൊക്കെ എങ്ങനെയാ? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തന്നെയാണ്. 142 ചോദ്യം, ഫംഗസ് രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഫംഗസ് രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ: 1. പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. 2. ചില ഫംഗസുകൾ രോഗകാരികളായിട്ട് പ്രവർത്തിക്കുന്നു. ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടോക്സിനുകൾ ആണ് രോഗത്തിന് കാരണമാകുന്നത്. പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. ചില ഫംഗസുകൾ രോഗകാരികളായിട്ട് പ്രവർത്തിക്കുന്നു. ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം. ഇതിൽ ഫംഗസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ്.